നല്ല ഇടപാടാണല്ലോ ഇത്. എനിക്ക് തുണി കൊടുക്കാതെ നടന്നാൻ പറ്റുമോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും ഇനി ഡ്രസ് ഇടാൻ നടന്ന കുറ്റം കാണുമോ അവര്? അത് അവരോട് ചോദിക്കേണ്ടി വരും. അവരോടാ ചോദിച്ചത്. ഡ്രസ് ഇടാതൊക്കെ ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് ചോദിക്കാണ്. എങ്ങനെയാ ചേച്ചി, എങ്ങനെയാ ജനങ്ങളോട് ചോദിച്ചത് ഡ്രസ് ഇടാതെ ഡ്രസ് ഇടാതെ വന്നാലും കുറ്റം പറയുമെന്നാണ് ചോദിക്കുന്നത്. അല്ല ചില ആൾക്കാർ വയറ് കാണിക്കണു, കഴുത്തിന്റെ അവിടെ കാണിക്കണമെന്നാണ്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ അല്ല മറ്റേ അപ്പൊ ലാസ്റ്റ് ആൽബത്തില് പറതിയിട്ട നടന്നു, അതിലും കുറ്റം, അതിലൊന്നും അതിലൊന്നും കാണിക്കുന്നില്ല, അതിലും കുറ്റമുണ്ട്. അല്ല അല്ലെങ്കിൽ എന്താ കാണിക്കുന്നത് ചേച്ചി? വയറ് കാണിച്ചു. അതൊക്കെ അത്ര നല്ല സ്വഭാവമാണോ ചേച്ചി? പിന്നെ എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കും. അത് ചുമ്മാ കാണിക്കുമല്ലേ, കൊണ്ടുവരുന്നത് പൊക്കി കാണിക്കുമല്ലേ. ഞാൻ ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. അതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഞാൻ കാണിച്ചു. ഇനിയും കാണിക്കും അങ്ങനത്തെ ഷൂട്ട് വന്നു. ലിപ് ലോക്കും വേണം ചെയ്യും. ലിപ് ലോക്ക് ചെയ്യത്തില്ല. ചേച്ചി പറയുന്നത് കേട്ടു, ലിപ് ലോക്ക് ചെയ്യാൻ വേണം, പക്ഷെ ചുണ്ടും നമ്മൾ ഇങ്ങനെ ഉരുമി വേണമെങ്കിൽ ഒന്ന് അഭിനയിക്കാം. ഉരുമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒന്ന് പോയേ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ജസ്റ്റ് ഇങ്ങനെ മാസ്ക് ആകുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാസ്ക് ആവുന്നൊന്നുമല്ല, വേണേ ചുണ്ടും ജസ്റ്റ് ഒന്ന്. അടുത്തല്ല നമ്മള് പറഞ്ഞത്, അടുത്ത പറഞ്ഞ ഒരു മീഡിയം ലെവലുള്ള ഇത്, ക്ലോസ് അല്ല. അല്ല അത് ഏകദേശം ഫ്രഞ്ച് കിസിന്റെ ആ ഒരു തുടക്കം അങ്ങനെയാ എല്ലാം അല്ലേ? ഈ ക്യാമറയ്ക്ക് ഞാൻ എന്തിനാന്ന് ഇങ്ങനെ, എനിക്കത് താല്പര്യമില്ല ക്യാമറയ്ക്ക്. ഇപ്പൊ പറയാം നിങ്ങൾ ക്യാമറയ്ക്ക് എനിക്ക് അതെന്റെ ഇഷ്ടമാണ്, അതെന്തേലും കാണിക്കട്ടെ. അപ്പൊ ചേച്ചിക്ക് ഈ കുറച്ച് എക്സ്പോസ് ആയിട്ടൊന്നും അഭിനയിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല? കുറച്ച് എക്സ്പോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വയറ് കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പോസ് അല്ലേ ഇപ്പോഴത്തെ എത്രയോ നടിമാരല്ലേ അങ്ങനെ. പിന്നെ എന്തുകൊണ്ടാ എന്താ രേണു ചേച്ചിനെ മാത്രം അത്തരത്തിൽ? അതാ ഞാൻ ചോദിക്കുന്നത്, രേണു ചേച്ചിന്റെ കൊമ്പുണ്ടോ? എന്റെ ദൈവമേ, ഒന്നും ഇടാനും പറ്റത്തില്ല, ഇടാതിരിക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാതിരിക്കാനും പറ്റത്തില്ല. വല്ലാത്ത ഒരു. എന്തിനാ ഇരുമാതിരി ഉമ്മയൊക്കെ വെക്കുന്നത്? എന്തോന്ന് അഭിനയിക്കുന്ന കാര്യല്ലേ പറഞ്ഞത്? അല്ല അഭിനയിക്കുമ്പോൾ ഉമ്മ വെക്കണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. എന്താ ഒരു ക്യാരക്ടർ വന്നാൽ ഇങ്ങനെ അല്ല എത്രയോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് പണ്ടത്തെ എത്രയോ നടിമാര് ഇത്തരത്തിൽ ഫ്രഞ്ച് കിസ് ഇപ്പോഴാണ് ഇത് ട്രെൻഡായി മാറിയത്. പണ്ടത്തെ എത്രയോ നടിമാർ വലിയ പ്രശസ്തയായത് ഈ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയറ് കാണിച്ചിട്ടോ ഒന്നും അല്ലല്ലോ, അവരുടെ കഴിവ് കൊണ്ടാണ് പ്രശസ്തയായത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ചേച്ചി പ്രശസ്തയാകാൻ വേണ്ടിയാണോ ഈ എക്സ്പോസ് ആണ്? ചേച്ചിയുടെ കഴിവിൽ ചേച്ചിക്ക് വിശ്വാസം ഇല്ലേ? കഴിവില് എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ്. ഞാനൊരു മോഡലും കൂടെ ആണ്. ഇപ്പം കുറച്ച് മോഡലിംഗ് ചെയ്തോണ്ട് ഞാൻ മോഡലും കൂടെ, ഞാനത് പറയുന്നു. ഫാഷൻ റാമ്പിലൊക്കെ കാണുമോ ചേച്ചിനെ? ഒരു പ്രാവശ്യം കണ്ടായിരുന്നു, രജിസ്റ്റാറുമായിട്ടല്ലേ? രജിസ്റ്റാറിനെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. ജിൻഡോ ആയിട്ട് ചെയ്തല്ലോ, ഇങ്ങനെ റാമ്പില് നടന്നല്ലോ. ജിൻഡോ ആയിട്ടും പോയിരുന്നു, അതെനിക്ക് എത്ര കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല, അത്ര വൈറലായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആര് പറഞ്ഞു? രജിസ്റ്റാറിനെയാണോ ജിൻഡോനെയാണോ കൂടുതൽ ഇഷ്ടം? രജിത്തേട്ടൻ ഒരു ചേട്ടനെ പോലെ, ജിൻഡോ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം, ഇവനും ഉണ്ട്, ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ദയാവധം. ഞങ്ങൾ 4 പേരും ഉണ്ട് അതിൽ. ഇങ്ങനെയാണ് കാര്യങ്ങള്. അപ്പം സ്വാഭാവികമായിട്ടും ഈയിടെ ഒരു സ്ത്രീയുടെ ചെറിയൊരു പരാമർശം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയായിരിക്കും. ആ സ്ത്രീയുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ഒരു ബിഗ് ബോസ് താരമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വളരെ രീതിയിൽ അപമാനിച്ചുകൊണ്ടുള്ള ഒരു ഇത് കണ്ടു. അതായത് പ്രതീഷ് ബ്രോ ചേച്ചിക്ക് ചോറ് വാരി കൊടുക്കുന്നു, അതുപോലെ തിരിച്ച് ചേച്ചി പ്രതീഷ് ബ്രോയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുധിച്ചേട്ടന് ചേച്ചി വാരി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. അതിന്റെ അടിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചേച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചേച്ചിനെ വിമർശിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കമന്റുകൾ വന്നു. അതിനെന്താ ചേച്ചിക്ക് പറയാനുള്ളത്, അഭിപ്രായം എന്ന രീതിയിൽ? ചേട്ടൻ എന്റെ ഭർത്താവല്ലായിരുന്നു, ആള് മരിച്ചിട്ട് 2 വർഷമായി. ആളെ ഇപ്പൊ പിടിച്ചോണ്ടൊന്ന് ആള് മരിച്ചിട്ട് 2 വർഷം എന്ന് പറയുമ്പോ 2 വർഷമായി.